കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51ാമത് സംസ്ഥാന സമ്മേളനം മെയ് 16-17 തീയതികളിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. മെയ് 16 കൗൺസിൽ യോഗവും തുടർന്ന് UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ 2025 പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹന്റെ അധ്യക്ഷതയിൽ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജോയിന്റ് സെക്രട്ടറി CV ഡെന്നി സംസാരിക്കും. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മെയ് 17 നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക സർവകലാശാലയുടെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം ബാലരാമപുരം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ 250 പ്രതിനിധികൾ പങ്കെടുക്കും. അസോസിയേഷൻ പ്രസിഡന്റ് NR സാജന്റെ അധ്യക്ഷതയിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ സ്വാഗതം പറയുന്ന സമ്മേളനത്തിൽ അധ്യാപക, തൊഴിലാളി, പെൻഷൻ സംഘടനകളുടെ നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. പടന്നക്കാട് കാർഷിക കോളേജിൽ ആദ്യമായിട്ടായിരിക്കും സംസ്ഥാന തലത്തിലുള്ള ഒരു സമ്മേളനത്തിന് വേദിയാണ്. ആ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ആദ്യ ദിവസം കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറാണ്. 2ാം ദിവസം പ്രതിനിധി സമ്മേളനമാണ്. 1998 നിലവിൽ വന്ന പടന്നക്കാട് കാർഷിക കോളേജ് ഇതാദ്യമായാണ് ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. സമ്മേളന വിവരങ്ങൾ അറിയിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ VV രമേശൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ M പ്രിയേഷ്, മറ്റ് ഭാരവാഹികളായ M സതീഷ് കുമാർ, J അജിത്ത്, CV രാജേഷ്, MV ജിഷ്ടുരാജ്, KR പ്രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.